SP രവിയിലേക്ക് പോകാം. അദ്ദേഹം പുഴ സംരക്ഷണ സമിതിയുടെ സംഘാടകൻ കൂടിയാണ്. എന്തായാലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന മനോഹരമായ ഒരു പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 1895 ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഡാം. ഒരു ഡാം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഡാമിനെ പറ്റി അറിയാവുന്ന ആളുകൾ, അത് ഡാം നിർമ്മിക്കുന്നവർ, ഡാമിൻ്റെ ശാസ്ത്രം അറിയാവുന്നവർ പറയുന്നത് ഒരു ഡാമിൻ്റെ കാലാവധി 50 വർഷമാണ്. ഈ ഡാമിന് 127 വർഷത്തെ പഴക്കം, അതും സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഡാം. ഞാനും ശ്രീ KP രവിയും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആ ഡാം നിലനിന്ന് പോകുന്നു. അങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ. പക്ഷേ എല്ലാ കാലത്തും ഭാഗ്യത്തെ മാത്രം പരീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ശ്രീ SP രവി. താങ്കൾ സൂചിപ്പിച്ചതുപോലെ 1895 കമ്മീഷൻ ചെയ്ത ഡാമാണ്. തീർച്ചയായിട്ടും ഡാമുകൾ എന്നല്ല ഏതൊരു നിർമ്മിതിയെ സംബന്ധിച്ചും അതിൻ്റെതായ ഒരു ആയുസ്സുണ്ട്. അണക്കെട്ടുകളെ സംബന്ധിച്ച് സാധാരണ 50 വർഷം 60 വർഷം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ആയുസ് കണക്കാക്കി പറയുക. നമുക്ക് കുറെ അതിന് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് ഒരു പക്ഷേ കുറച്ചു കാലം കൂടിയൊക്കെ അതിനെ കൊണ്ട് നടക്കാൻ പറ്റിയേക്കും. പക്ഷെ അനന്തകാലത്തേക്ക് ആ അണക്കെട്ട് അങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നമുക്കറിയാം, ഈ 1895 ഇത് പണിയുമ്പോൾ അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. ഇന്നുള്ള തരത്തിലുള്ള സിമെന്റ് കോൺക്രീറ്റ് സംവിധാനങ്ങൾ വെച്ചല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക കൂടെ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് തന്നെ ഒരു പക്ഷെ 1 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്ന് പറയേണ്ടി വരും. ഏറ്റവും ആദ്യം 1920കളിൽ തന്നെ അതിന്റെ ഈ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 40കളിൽ വീണ്ടും വന്നു, 60കളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാവുന്നത് പോലെ 1979 അന്ന് ഗുജറാത്തിലെ മോർബി അണക്കെട്ടിന്റെ തകർച്ച കൂടി ഒരു കാരണമായിരുന്നു. ആ ഒരു സമയത്ത് ഇതിന്റെ വാട്ടർ ലെവൽ താഴ്ത്താനായിട്ട് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതായത് തുടക്കത്തില് ഇതിന്റെ ഒരു പൂർണ്ണ സംഭരണ ശേഷി എന്ന് പറയുന്നത് 152 അടിയാണ്. 1979 മുതൽ 136 അടിയിലേക്ക് ഇതിന്റെ വാട്ടർ ലെവൽ താഴ്ത്തുകയാണ് ചെയ്തത്. 136 അടിയിലേക്ക് താഴ്ത്തുമ്പോൾ ഏകദേശം ഒരു 1/3 അതിന്റെ ജലശേഖരം കുറഞ്ഞു എന്നുള്ളതാണ്. അത്രയും ഈ അണക്കെട്ടിന്മേലുള്ള മർദ്ദം കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, 2014 സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ 136 എന്ന് പറയുന്നത് വീണ്ടും 142 ഉയർത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അതിന് തന്നെ വളരെയധികം കാലപ്പഴക്കമുണ്ട്. ഇത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഇതിന്റെ ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഇതിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം പൊതുസമൂഹത്തിന്റെ അറിവിൽ അത്തരം ഒരു പഠനം നടന്നിട്ടില്ല. ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്തിട്ടുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് ഇത്രയും വയസ്സായ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഭീഷണിയുള്ള ഒരു അണക്കെട്ടാവുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിഷ്പക്ഷമായിട്ടുള്ളതും ഇന്റർനാഷണൽ എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വിലയിരുത്തലെങ്കിലും, അതിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഇതിന്റെ 2007 8 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗങ്ങൾ അതിന്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് നേവിയുടെ ഒരു ടീം അവിടെ വരികയുണ്ടായി. പക്ഷേ സുപ്രീം കോടതി അനുവദിച്ചില്ല. അവരുടെ പഠനം നടത്താൻ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു നിയമപരമായ തടസ്സം നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് എതിർപ്പിനെ തുടർന്നാണ് അത് അന്ന് നിർത്തിവെക്കേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് ഈ കോടതിയെ സമീപിക്കുക, അപ്പൊ വളരെ സുരക്ഷിതമാണ് എന്ന് തമിഴ്നാട് പറയുകയാണെങ്കിൽ അവരെന്തിനു വേണ്ടി ഈ പരിശോധനകളെ എതിർക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പരിശോധനയെ പോലും അവർ തടയുകയും ഇതൊന്നുമില്ലാതെ പിന്നെ എന്താ പറയാ, ഇപ്പൊ കല്ലണൈ കാവേരിയുടെ ഇതിലുള്ള മൗത്തിലുള്ള കല്ലണൈ 2000 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു കമ്പാരിസണിൽ പ്രസക്തിയില്ല. അതൊരു തടയണയാണ് സത്യത്തിൽ കല്ലണൈ എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ 155 അടി ഉയരമുള്ള ഒരു അണക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 15.66 TMCP വെള്ളം കൊള്ളുന്ന ഒരു അണക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ, അത്രയും
വെള്ളത്തിന്റെ പ്രഷറുള്ള ഒരു അണക്കെട്ട്. ആ അണക്കെട്ട് ഈ വളരെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ഈ സുരക്ഷിതമാണ് എന്ന് പറയുന്നവർ തയ്യാറാവുമോ? അതിനനുസരിച്ച് എന്തെങ്കിലും എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് അവരെടുക്കാൻ തയ്യാറാവുമോ? ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു പരിഹാരവും, ഈ ഒരു നഷ്ടപരിഹാരവും കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ചുരുങ്ങിയ പക്ഷം അതിന്റെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അതിന്റെ ഒരു കോമ്പൻസേഷൻ കൊടുക്കാനെങ്കിലും ഇവരാരെങ്കിലും തയ്യാറാവുമോ? എനിക്ക് തോന്നിയില്ല, അവരാരും തയ്യാറാവും തോന്നിയില്ല. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഒരു പക്ഷേ മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിലുള്ള ഭാഗങ്ങളിൽ മാത്രം പ്രശ്നം കൊണ്ട് തീരാം. ചിലപ്പോ അത് വിട്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇടുക്കി അണക്കെട്ടിലേക്കാണല്ലോ വരിക. അപ്പൊ ഇടുക്കിയുടെ ചെറുതോണിയോ കുളമാവോ ഏതെങ്കിലും, ഇടുക്കി ആർച്ച് ഡാം പൊളിയില്ലായിരിക്കാം, പക്ഷെ ചെറുതോണിയോ കുളമാവോ ഏതെങ്കിലും അണക്കെട്ടിന് കൂടി പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമുള്ള ദുരന്തമായിരിക്കും ഉണ്ടാവുക. നമ്മൾ സമീപകാലത്ത് എന്താ പറയാ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്രയും ആഘാതങ്ങൾ ഉണ്ടാകുന്ന മഴക്കാല ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, വയനാടിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല.